നമസ്കാരം. ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ചികിത്സ നൽകിയതിൽ വന്ന ഒരു വളരെ നല്ലൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് നമ്മൾ ഈ ഡൈവേഴ്സിലും അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കടലിനടിയിൽ റിക്രിയേഷൻ ഡൈവിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നൈട്രജൻ കുമിളകളായിട്ട് രൂപാന്തരപ്പെട്ട് നമ്മുടെ ശ്വാസകോശത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലെല്ലാം ബ്ലോക്ക് ഉണ്ടാക്കി രോഗി മരണപ്പെടുകയോ അല്ലെങ്കിൽ അയാൾ കോമ സ്റ്റേജിലോട്ട് പോവുകയോ ചെയ്യാം. 2021 ഒരു സ്കൂബ ഡൈവിങ്ങിലൂടെ ഒരാൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ പ്രീ കോമ എന്ന് പറയുന്ന കോമ സ്റ്റേജിൽ വരികയും അദ്ദേഹത്തെ നമ്മൾ ഈ സ്കൂബ ഡൈവിംഗ് നടന്ന സമയത്തിൽ നിന്നും നമ്മൾ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നത് 4 മണിക്കൂറിനകത്ത് നമ്മൾ വിധേയമാക്കുകയും ഏകദേശം ആദ്യത്തെ ദിവസത്തെ 4 മണിക്കൂർ സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിലെ വിരലുകൾ ചലിച്ചു തുടങ്ങി. ഏകദേശം 10 ദിവസം നമ്മൾ പൂർണ്ണമായ സെഷൻ കൊടുത്തു. 4ാമത്തെ ദിവസം ട്രീറ്റ്മെൻറ്റ് ആയപ്പോൾ തന്നെ അദ്ദേഹം പൂർണ്ണമായും പരസഹായമെല്ലാം നടന്നു തുടങ്ങി. 10 ദിവസങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും ആ അവസ്ഥ റിക്കവർ ചെയ്യുകയും അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തിരികെ വീണ്ടും സ്കൂബ ഡൈവിങ്ങിലോട്ട് പോവുകയാണ് കണ്ടത്. വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഈ തരത്തിലുള്ള അപകട സാധ്യതയുള്ള ജോലിയിൽ ഉൾപ്പെടുന്നവർക്ക്. ഇത് നമ്മുടെ SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് കണക്കാക്കുന്നത്.